വിളക്ക് കത്തിച്ച് പറയൻ കീഴിലല്ല തണ്ടുമേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നുവെന്ന് യേശു കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ ലോകത്തിന് ഉപ്പും വെളിച്ചമായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ചിലരുടെ ജീവിതവും പ്രവൃത്തികളും സമൂഹത്തിൽ ഇരുട്ട് വിളിച്ചു വരുന്നവയാണ്. ഒരിക്കൽ അമേരിക്കയിൽ സ്പ്രിംഗ്ഫീൽഡിലുള്ള ഒരു സ്ത്രീ തൻ്റെ കുട്ടികളെ ഏബ്രഹാം ലിങ്കൻ്റെ ഭവനം കാണിക്കുവാൻ കൊണ്ടുപോയി. ആ സന്ദർശനത്തിൽ ലിങ്കനെക്കുറിച്ചുള്ള ഒട്ടേറെ കഥകൾ അവർ തങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു. അമേരിക്കയിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന അടിമവ്യാപാരം ലിങ്കൺ നിർത്തലാക്കിയ കാര്യവും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് ഒരിക്കൽ ആ സ്ത്രീയും കുട്ടികളും രാത്രി സമയത്ത് ലിങ്കൻ്റെ ഭവനത്തിന് മുമ്പിലൂടെ കടന്നുപോയി. ലിങ്കൻ്റെ വീടിനുള്ളിൽ ലൈറ്റുകൾ തെളിഞ്ഞിരുന്നു. കൊച്ചുകുട്ടികളിൽ ഒരാൾ പറഞ്ഞു, മമ്മി, ലൈറ്റ് കെടുത്താതെയാണ് ഏബ്രഹാം ലിങ്കൻ അങ്കിൾ പോയിരിക്കുന്നത്. ഇത് കേട്ട ആ അമ്മ പറഞ്ഞു, ശരിയാണ്, നമുക്ക് പ്രകാശം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ വിളക്കുകൾ കെടുത്താതെ പോയത്. ലിങ്കൺ വെടിയേറ്റ് മരിച്ചിട്ട് 1 നൂറ്റാണ്ടിലേറെയായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രിയിൽ ഇപ്പോഴും പ്രകാശം കാണാം. ആരും ഇന്ന് അവിടെ താമസിക്കുന്നില്ലെങ്കിലും ആ വീട്ടിലെ വിളക്കുകൾ ഒരിക്കലും കെടുത്താറില്ല. ലിങ്കൻ്റെ ജീവിത മാതൃക ഇന്നും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ വിളക്കുകൾ ഇപ്പോഴും പ്രകാശിക്കുന്നത്. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടേറെ ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ രീതിയിൽ പ്രകാശം പരത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കുകളാണ് പലപ്പോഴും നമ്മെ വഴി നടത്തുന്നതും നമുക്ക് ആത്മശക്തി പകർന്നു നൽകുന്നതും. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാനായി നാം എന്ത് ചെയ്യുന്നുവെന്ന് എപ്പോഴെങ്കിലും നാം സ്വയം ചോദിക്കാറുണ്ടോ? നമ്മുടെ നല്ല മാതൃകയുടെയും ബോധപൂർവമായ പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവർക്ക് പ്രചോദനം ശക്തി നൽകുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിലേറെ പരാജയങ്ങളെ നേരിട്ട വ്യക്തിയായിരുന്നല്ലോ ഏബ്രഹാം ലിങ്കൻ. ആ മകൾ വ്യക്തിയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. 31-ാം വയസ്സിൽ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. 32-ാം വയസ്സിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം അനുഭവിച്ചു. 34-ാം വയസ്സിൽ വീണ്ടും ബിസിനസ്സിൽ തോൽവിയുണ്ടായി. 35-ാം വയസ്സിൽ ജീവിതസഖി നഷ്ടപ്പെട്ടു. 36-ാം വയസ്സിൽ ഞരമ്പുകൾ സ്തംഭിച്ചു. 38-ാം വയസ്സിൽ വീണ്ടും തിരഞ്ഞെടുപ്പിൽ തോൽവി അനുഭവിക്കേണ്ടി വന്നു. 43-ാം വയസ്സിൽ ദേശീയ കോൺഗ്രസിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തോറ്റു. 46-ാം വയസ്സിൽ കോൺഗ്രസിലേക്ക് വീണ്ടും തോൽവി അനുഭവിച്ചു. 48-ാം വയസ്സിൽ കോൺഗ്രസിലേക്കുള്ള 3ാമതും പരാജയപ്പെട്ടു. 55-ാം വയസ്സിൽ സെനറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരാജയം അനുഭവിച്ചു. 56-ാം വയസ്സിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തോൽവി അനുഭവിച്ചു. എന്നാൽ 60-ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റായി ലിങ്കൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏബ്രഹാം ലിങ്കൻ്റെ തികഞ്ഞ ദൈവാശ്രയവും ഏറ്റവും നല്ല ആത്മീയമായ ചിന്തകളും തന്നെ വിജയത്തിലേക്ക് നയിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ഈ ലോക ജീവിതം വളരെ ക്ഷണികമാണ് എന്ന് മാത്രമല്ല, അത് നമുക്ക് എപ്പോഴും മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഇരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായി നമ്മുടെ ജീവിതം മാറ്റിവെച്ചാൽ നമ്മുടെ മരണശേഷം ജനങ്ങളത് ഓർക്കും എന്ന് മാത്രമല്ല, അവ എപ്പോഴും മറ്റു മനുഷ്യർക്ക് പ്രചോദനവും ശക്തിയും പകരുകയും ചെയ്യും. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ ജീവിതം ഇന്നും ഭാരതത്തിന് മാതൃകയാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരണമെങ്കിൽ ആദ്യം നമ്മിൽ തന്നെ വെളിച്ചമുണ്ടായിരിക്കണം. നമ്മിൽ വെളിച്ചമില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാൻ നമുക്ക് സാധിക്കുക? അതുകൊണ്ട് നമ്മിൽ പ്രകാശമുണ്ടെന്ന് ആദ്യമേ ഉറപ്പുവരുത്താം.
നാം നല്ലവരായി ജീവിക്കുകയാണെങ്കിൽ അന്ധകാരത്തിന് ഒരിക്കലും നമ്മെ വിഴുങ്ങുവാനാവില്ല. സ്വാർത്ഥ വെടിഞ്ഞുള്ള ജീവിതമാണ് നമ്മുടേതെങ്കിൽ നമ്മിൽ പ്രകാശത്തിന് കടന്നു വരാതിരിക്കാനും കഴിയുകയില്ല. പ്രകാശത്തിന് മനുഷ്യരായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രയത്നിക്കാം. നമ്മുടെ ജീവിത വിളക്കുകൾ എപ്പോഴും തെളിയിച്ച് നിർത്തുവാനും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാനും നമുക്ക് ഉത്സാഹിക്കാം. അന്ധകാരം ഭൂമിയെയും കൂരുട്ട് ജാതികളെയും മൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ തിരുനാളമായെങ്കിലും ശോഭിക്കാൻ നമുക്കിടയായെങ്കിൽ എത്രയോ നന്നായിരുന്നു.